നമസ്കാരം. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് കളയുമെന്നാണ് പുതിയ ഭീഷണി. അമേരിക്കയുടെ ചില സെനറ്റർമാരും യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം ഈ ഭീഷണി ആവർത്തിക്കുന്നുണ്ട്. യുക്രൈനെ തകർക്കാൻ ഉരുമ്പിട്ടിറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ യുക്രൈനുമായി ഇപ്പോഴും സംഘർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് റഷ്യയെന്നും യുദ്ധം അവസാനിപ്പിക്കാനാണ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ശ്രമിക്കുന്നതെന്നും അതിനുവേണ്ടി റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനാണ് അവർക്ക് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയത് എന്നുമാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ യുദ്ധം ചെയ്യാനായി യുക്രൈന് ആവശ്യമായ പണവും ആയുധങ്ങളും നൽകുന്ന രാജ്യങ്ങളാണ് ഇവരാണ് സത്യത്തിൽ നേരിട്ടല്ലെങ്കിൽ കൂടി യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കാനായി റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തണം, അതിനുവേണ്ടി സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തണം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള രാജ്യമായ റഷ്യയുമായും റഷ്യൻ കമ്പനിയുമായും ഇന്ത്യ എണ്ണ കച്ചവടം നടത്തുന്നത് ശരിയല്ല. ആ സാമ്പത്തിക ഉപരോധങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്നത് ഏറ്റവും പ്രധാനമായും ഇന്ത്യയുടെ പ്രവൃത്തിയാണ് എന്നാണ് ഇപ്പോൾ അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണം എന്ന ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ ഇവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. നേരത്തെ ബൈഡൻ ഭരണകൂടത്തിൻ്റെ സമയത്തും ഇത്തരം ചില ആവശ്യങ്ങൾ ഇന്ത്യയോട് അവർ ഉന്നയിച്ചിരുന്നതാണ്. പക്ഷേ അന്ന് ഇന്ത്യ പറഞ്ഞു, ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ കൺസ്യൂം ചെയ്യുന്ന ഉപഭോഗിക്കുന്ന ഒരു രാജ്യങ്ങളിൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വലിയ രീതിയിൽ ഊർജ ആവശ്യമുണ്ട്. എണ്ണ നിരന്തരമായി കിട്ടിയില്ല എങ്കിൽ ഇന്ത്യയിൽ ഊർജ പ്രതിസന്ധി ഉണ്ടാകും. മാത്രമല്ല, അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ വിലയിൽ വലിയ ഏറ്റക്കുറച്ചിലുകളുണ്ട്. അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ വിലയ്ക്ക് റഷ്യ എണ്ണ നൽകുന്നു. അത് സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ ദേശ താൽപ്പര്യം മുൻനിർത്തിയാണ്, അല്ലാതെ ഒരു രാജ്യത്തെയും യുദ്ധത്തിന് പ്രേരിപ്പിക്കാൻ വേണ്ടിയല്ല എന്ന് കൃത്യമായി ഇന്ത്യ ആ സമയത്ത് വിശദീകരിച്ചു കൊടുക്കുകയും പിന്നീട് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഇന്ത്യയെ ചോദ്യം ചെയ്യാൻ വരുന്നതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇന്ത്യക്കെതിരെ അവർ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ വലിയ രീതിയിൽ ഇറക്കുമതി ചുങ്കം ചുമത്തും എന്നാണ് ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ഇങ്ങനെ ഒരു ഭീഷണി മുഴക്കുന്നത് എന്ന് വെച്ചാൽ തീർച്ചയായും അവരെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ ഇതിലുണ്ട്. അതായത് ഈ യുക്രൈൻ റഷ്യ സംഘർഷത്തിന് മുമ്പ് റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങിയിരുന്നത് മൊത്തം ഇന്ത്യ വാങ്ങുന്നതിൻ്റെ 2% എണ്ണ മാത്രമാണ്. ഇന്നതിപ്പോൾ 40% ഉയർന്നിരിക്കുന്നു. തീർച്ചയായും മറ്റ് ഒപ്പക് രാജ്യങ്ങളുമായിട്ടുള്ള ഈ വ്യാപാരത്തിൽ വലിയ കുറവ് ഇത് കാരണം ഉണ്ടായിട്ടുണ്ട്. ഇത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളെ ഞെട്ടിക്കുന്നതാണ്. മാത്രമല്ല, ഒരു പുതിയ കരാർ റഷ്യയുടെ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റും ഇന്ത്യയുടെ എണ്ണ കമ്പനിയായ റിലയൻസും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ വിലയിൽ അന്താരാഷ്ട്ര വിപണിയിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിപണിയിൽ ഈ റിലയൻസിന് 10 വർഷത്തേക്ക് അടുത്ത 10 വർഷത്തേക്ക് ഓരോ ദിവസവും 5 ലക്ഷം ബാരൽ എണ്ണ വീതം നൽകാനുള്ള കരാറാണ്. ദീർഘകാല കരാറാണ്, വില കുറവാണ്. മാത്രമല്ല 5 ലക്ഷം ബാരൽ ഓരോ ദിവസവും നൽകുന്നു. തുടക്കകാലത്ത്, അതായത് റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ റഷ്യയിൽ നിന്നും വാങ്ങിയിരുന്നത് വെറും 1 ലക്ഷം ബാരൽ മാത്രമാണ് ഒരു ദിവസം. അതിപ്പോൾ 7,40,000-ലേക്കും 8 ലക്ഷത്തിലേക്കും ഉയരുകയാണ്. ആ സമയത്ത് തന്നെ 5 ലക്ഷം ബാരലിൻ്റെ മറ്റൊരു കരാർ കൂടി വരുന്നു. ഇത് തീർച്ചയായും മറ്റ് രാജ്യങ്ങളെ ചൊടിപ്പിക്കുന്നതാണ്. റഷ്യയ്ക്ക് മേൽ, റഷ്യയുടെ ഈ എണ്ണ വ്യാപാരത്തിന് മേൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം പാടെ തകരുകയാണ് ഈ കരാറിലൂടെ എന്ന് തന്നെ പറയാം. കാരണം റഷ്യയിൽ നിന്നും ഇപ്പോൾ എണ്ണ വാങ്ങുന്ന 2 രാജ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറുന്നു. റഷ്യയുടെ മൊത്തം എണ്ണ ഉൽപ്പാദനത്തിൻ്റെ 50% ഇപ്പോൾ ഇന്ത്യ വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൈന മറ്റൊരു നല്ലൊരു വിഭാഗം വാങ്ങുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ റഷ്യയ്ക്ക് എണ്ണ വിൽക്കാനായി ഇന്നിപ്പോൾ യാതൊരു പ്രതിസന്ധിയുമില്ല. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം അവരെ ബാധിക്കുന്നേയില്ല. ഇതാണ് ഇപ്പോൾ അമേരിക്കയെയും അതുപോലെ തന്നെ മറ്റ് ലോക രാജ്യങ്ങളെയും ചൊടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഇന്ത്യക്ക് നേരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. ഇന്ത്യയെ ഈ എണ്ണ വാങ്ങുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചാൽ വീണ്ടും റഷ്യയ്ക്ക് ഒരു വിൽപ്പന സമ്മർദ്ദം അനുഭവപ്പെടും. ആ സമ്മർദ്ദത്തിലൂടെ ഈ ഉപരോധം കടുപ്പിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാം എന്നാണ് അവർ പരിശ്രമിക്കുന്നത്. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് റഷ്യ മാത്രമല്ല തടസ്സം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
റഷ്യ പലതവണ ചർച്ചയ്ക്ക് തയ്യാറായതാണ്. ആ ചർച്ചയ്ക്കിടെ വളരെ കനത്ത ആക്രമണങ്ങൾ നടത്തി റഷ്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യുക്രൈനാണ്. ആ യുക്രൈനാണ് ഇപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അളവില്ലാത്ത പണവും ആയുധവും നൽകുന്നത്. ഇതാണ് ഇന്ത്യയെ അവരുടെ വാദഗതികൾ അംഗീകരിക്കുന്നതിൽ നിന്നും പിന്നോട്ട് പോകുന്നത്. നീതിയുക്തമായിട്ടല്ല യൂറോപ്യൻ രാജ്യങ്ങൾ പെരുമാറുന്നത്. ഒരു നാറ്റോ രാജ്യമാണ് യുക്രൈൻ എന്ന രീതിയിൽ തന്നെയാണ് ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇന്ത്യക്ക് അവരുമായി സഹകരിക്കാനുള്ള വലിയ പ്രായോഗികമായ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. എന്തായാലും ഇന്ത്യ ഒരു തരത്തിലും ഈ സമ്മർദ്ദത്തിന് വഴങ്ങുന്നില്ല, അല്ലെങ്കിൽ വഴങ്ങാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഭരണകൂടവും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും നൽകുന്ന സൂചന. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.